PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരാഴ്ചയിൽ 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അപ്പോൾ അതിൽ മാത്സ് എന്ന് പറയുന്നത് LDCക്കും LGSനും കോമൺ ആയിട്ടും ഇംഗ്ലീഷും മലയാളവും LDCക്കാർക്ക് മാത്രം. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഓരോ ടോപ്പിക് വൈസാണ് ഓരോ ദിവസവും ചെയ്യുന്നത്, വിത്ത് എക്സ്പ്ലനേഷനാണ്. ദെൻ അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 4 ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, 2 ലൈവും 2 റെക്കോർഡഡ് ക്ലാസ്സും. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് നൽകിയതിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട നോട്ട്സ് എല്ലാം ടെലിഗ്രാമിൽ PDF ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്, അതിൻ്റെ PDF-ഉം നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും LGSകാർ ചോദിക്കാറുണ്ട്, ഇത് LGSന് പഠിക്കണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് LGSൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഭരണഘടനാ സ്ഥാപനവും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഭരണഘടനാ സ്ഥാപനം, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ആർട്ടിക്കിൾ 324 അതിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 324 പറയുന്നുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം ആയിട്ടുള്ളത്. അതേപോലെ ആർട്ടിക്കിൾ 280 ഭരണഘടനയിൽ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ UPSC, PSC എന്നിവയെക്കുറിച്ച് ആർട്ടിക്കിൾ 315 പ്രതിപാദിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് എന്ത് നിലവിൽ വരുന്നത്? PSC എല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിന് പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, UPSC, PSC, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, GST കൗൺസിൽ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇതെല്ലാം എന്തിൽ വരും? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരും. ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിനനുസരിച്ച് രൂപം കൊണ്ടതാണ്. ക്ലിയർ ആണല്ലോ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളത്? ക്ലിയർ. ഇനി എന്താണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തുകൊണ്ടാണ് അവയെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച്, ഈ പറയുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. അവ രൂപം കൊള്ളുന്ന എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമം അനുസരിച്ച് രൂപം കൊണ്ടതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ?
സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം? ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കറിയാം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അതേപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ, ഗ്രീൻ ട്രൈബ്യൂണൽ, അതുപോലെ തന്നെ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഉപഭോക്തൃ കമ്മീഷൻ, ഇതെല്ലാം എന്താണ്? പാർലമെന്റിന്റെ ഏതെങ്കിലുമൊക്കെ നിയമം അനുസരിച്ച് രൂപം കൊണ്ടതാണ്. ഇവയെക്കുറിച്ചൊന്നും നമ്മുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ പരാമർശിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണ് എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 15 കേട്ടോ. 15 ഭാഗം 15 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാ? ഭാഗം 15. അപ്പോൾ ഈ പറയുന്ന ഭാഗം 15 ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഭാഗം 15 എത്ര ആർട്ടിക്കിളാണ് ഉൾക്കൊള്ളുന്നത്? 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു, ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 326 അല്ലെ. 324 329 ഇടയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 326. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചേക്കൂ, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 326 പറയുന്നത് എന്താ? വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെ. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ എന്താ എല്ലാവർക്കും 18 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 326 എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 326 അതുമായി ബന്ധപ്പെട്ട ഭേദഗതി നമ്മൾ പഠിച്ചു അല്ലെ. 61-ാം ഭേദഗതി നമ്മൾ പഠിച്ചു 1989. വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭേദഗതിയാണ് 61-ാം ഭേദഗതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോട്ട് വരാം. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് എപ്പോഴാണ്? 1950 ജനുവരി 25. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആ രൂപം കൊണ്ട ഈ ജനുവരി 25 എന്ന് പറയുന്ന ദിവസമാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ദേശീയ സമ്മതിദായക ദിനം എന്നാണ് മലയാളത്തിൽ പറയുക. ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് 1950 ജനുവരി 25. ആ ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്?
സുകുമാർ സെൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ? രൂപം കൊണ്ടത് 1950 ജനുവരി 25 പറഞ്ഞു. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നിർവാചൻ സദൻ ആണ് ആസ്ഥാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവാചൻ സദൻ. ഈ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, ബ്രിട്ടന്റെ കയ്യിൽ നിന്നും നമ്മൾ ആശയങ്ങൾ കടമെടുത്തത് കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏത്? പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാ? ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 ആണ്. 3 അംഗങ്ങളാണുള്ളത്. ആ 3 അംഗങ്ങളിൽ ഒരാള് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, പിന്നെ ബാക്കി 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് 3 പേരാണ് അങ്ങനെ ടോട്ടലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ഇത് ഒരാളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നും പറഞ്ഞിട്ട് സുകുമാർ സെൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. മുൻപ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് ആരാ? അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാ നിയമിക്കുന്നേ? രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ആണ് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാ? രാഷ്ട്രപതി തന്നെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? കാലാവധി നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കാലാവധി എത്രയാന്ന് ചോദിച്ചാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അംഗങ്ങളുടെ കാലാവധിയായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആർക്ക് തതുല്യനാണ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ജഡ്ജിക്ക് തതുല്യനാണ്. സുപ്രീം കോടതി ജഡ്ജിക്ക് തതുല്യനായിട്ടുള്ള ആളായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ നീക്കം ചെയ്യണം. എങ്ങനെയാ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുക? ഇംപീച്ച്മെന്റിലൂടെ അല്ലേ? അപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ആരെ നീക്കം ചെയ്യുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യണമെങ്കിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 അതായത് 2/3 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടിയുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതേ പ്രോസസ്സ് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ നടപടിക്രമമാണ്. അതിൻ്റെ പേരാണ് എന്ത്? ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടെ മാത്രമേ രാഷ്ട്രപതിക്ക് അവരെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഏത് നടപടിക്രമത്തിലൂടെയാണ്? ഇംപീച്ച്മെന്റിലൂടെ. അല്ലെങ്കിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 2/3 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടി രാഷ്ട്രപതി നീക്കം ചെയ്യുന്നു. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്നുള്ളത്. ഓക്കെ,
ഇനി ബാക്കി ഇപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യരാണെന്ന് പറഞ്ഞു. ബാക്കി 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട് അല്ലെ. അപ്പോൾ ഇവര് ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഇംപീച്ച്മെന്റോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്യാം? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാം. ഓക്കെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിയാലോചിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് കേട്ടോ. ചുമതലകളെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചുമതല ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേട്ടോ, എല്ലാം തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നു. എവിടേക്കുള്ള തെരഞ്ഞെടുപ്പാ? ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ രാജ്യസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഇവരുടെ എല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അവിടെ ഒരു കാര്യം വിട്ടുപോയി. എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കും, അവിടെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബാക്കി ലോക്സഭയിലോട്ടും രാജ്യസഭയിലോട്ടും നിയമസഭയിലോട്ടും ഉള്ള തെരഞ്ഞെടുപ്പും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല പിന്നെന്തൊക്കെയാ? തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കണം. തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കണം. വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ട്രൽ റോള് തയ്യാറാക്കുന്നതും ആര് തന്നെയാണ്? ഇലക്ട്രൽ റോള് തയ്യാറാക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ദെൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. കൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള ചിഹ്നമുണ്ട് അല്ലേ. ആ ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ആര് തന്നെയാണ്? അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചിഹ്നങ്ങൾ അനുവദിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന ആ ഒരു സമയത്ത് ആ ഒരു നല്ല രീതിയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യമല്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും അതുപോലെ തന്നെ നീക്കം ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് നടക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നീക്കം ചെയ്യാനും റദ്ദാക്കാനും മാറ്റിവെക്കാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ ചെലവിനെല്ലാം ഒരു പരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതേത്, ഉൾപ്പെടാത്തതേത്? നിങ്ങൾ ഈ ഭാഗം ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ PYQ സെഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ഏതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നത് ഏത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തൊക്കെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്,
പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തിരഞ്ഞെടുപ്പ്, തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക, വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കുക, ഇലക്ട്രൽ റോള് തയ്യാറാക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ റദ്ദാക്കുക, നീക്കം ചെയ്യുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുക. ഇതെല്ലാം ആരുടെ ചുമതലയാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള മലയാളിയായ ഒരാളുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ മലയാളി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മലയാളിയാണ് കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള മലയാളിയാണ് TN ശേഷൻ. TN ശേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TN ശേഷനാണ്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവിയാണ് കേട്ടോ. VS രമാദേവി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുള്ള മലയാളി ചോദിച്ചാൽ TN ശേഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവി. ഇനി നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ് കേട്ടോ. രാജീവ് കുമാർ. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? സഞ്ജയ് കൗൾ ആണ് കേട്ടോ. സഞ്ജയ് കൗൾ ആണ് നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. സഞ്ജയ് കൗൾ. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജീവ് കുമാർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, അവിടെ ചുമതല പറഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പാർട്ട് 9 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 243 കെയും അതുപോലെ 243 സെഡ് എയും 2 ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ചിലപ്പോൾ നമ്മളോട് മിക്കവാറും ചോദിക്കുന്നത് 243 കെ ആണ്. രണ്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പാർട്ട് 9 കേട്ടോ. ഭാഗം 9 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം 9. ആർട്ടിക്കിൾ ചോദിച്ചാൽ 243 കെയും 243 സെഡ് എയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെ ഭേദഗതി പ്രകാരമാണ്? 73, 74 എന്നീ 2 ഭേദഗതികൾ പ്രകാരമാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ അംഗങ്ങളുടെ എണ്ണം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാ? ഗവർണർ ആണ് കേട്ടോ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഗവർണർ നിശ്ചയിക്കുന്ന എണ്ണം ആളുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. ഇവരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാലും ആരാ? ഗവർണറാണ്. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറാണ്, നിയമിക്കുന്നത് ഗവർണറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്? 1993 ഡിസംബർ 3 1993 ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കും. ആർക്ക് തുല്യമായിരിക്കും?
ഹൈക്കോടതി ജഡ്ജിക്ക്. അവിടെ നമ്മൾ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കുമെന്ന്. ഇവിടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നീക്കം ചെയ്യുന്നതും ഒരു ഹൈക്കോടതി ജഡ്ജിയെ എങ്ങനെ നീക്കം ചെയ്യുന്നോ അതേപോലെ, അതായത് ഇംപീച്ച്മെന്റിലൂടെ തന്നെയാണ് ആരെയും നീക്കം ചെയ്യുന്നത്, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതും ഇംപീച്ച്മെന്റിലൂടെയാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നമ്മൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചുമതലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചുമതലയാണ്. ചുമതലകളിൽ വരുന്നതാണ് പറയുന്നത് ചുമതല. ഓക്കെ, ഇനി രണ്ടാമത്തെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെ. ഓരോ 5 വർഷം കഴിയുമ്പോഴും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ 5 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഇലക്ഷൻ നടത്തണം, തെരഞ്ഞെടുപ്പ് നടത്തണം. അത് ആരുടെ ചുമതലയാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ അംഗങ്ങളുടെ ഒഴിവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. അംഗങ്ങളുടെ ഒഴിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒക്കെ എതിരെയുള്ള അവിശ്വാസ പ്രമേയം സംബന്ധിച്ചിട്ടുള്ള നടപടികൾ നോക്കുന്നത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ഓക്കെ, അധ്യക്ഷന്മാരുണ്ടായിരിക്കും, ഉപാധ്യക്ഷന്മാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരിക്കും. ഇവർക്കെതിരെയൊക്കെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇവർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള സംബന്ധിച്ചിട്ടുള്ള നടപടികളെല്ലാം നടത്തുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്താണ്? യഥാസമയത്ത് ആ കണക്കുകൾ ഒന്നും സമർപ്പിക്കുന്നില്ല, അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് 5 വർഷ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഓരോ അംഗങ്ങളുടെയും കാലാവധി 5 വർഷം കൂടുമ്പോൾ പൂർത്തിയാവും. അപ്പോൾ അതിനനുസരിച്ച് മറ്റു തിരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്തുക. അംഗങ്ങളുടെ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒക്കെ എതിരെ അവിശ്വാസ പ്രമേയം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ നോക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനാണ്. ഇനി തെരഞ്ഞെടുപ്പ് കണക്കുകളെല്ലാം നിർവഹിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അയാൾ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ അയോഗ്യനാക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആര്? ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറാണ് MSK രാമസ്വാമി IAS. MSK രാമസ്വാമി IAS ആണ് ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിലവിൽ 7ാമത്തെ ആളാണ് അല്ലേ. അപ്പൊ തൊട്ട് പുറകിലുള്ള 6 പേരെ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ ആള് MSK രാമസ്വാമി IAS, രണ്ടാമത്തെ ആള് MS ജോസഫ് IAS, മൂന്നാമത്തെ ആള് N മോഹൻദാസ്, നാലാമത്തെ ആള് P കമാൽകുട്ടി IAS, ദെൻ അഞ്ചാമത്തെ ആള് 1 2 3 4 ഓക്കെ, അഞ്ചാമത്തെ ആള് K ശശിധരൻ
നായർ, കെ ശശിധരൻ നായർ. ആറാമത്തെ ആള് വി ഭാസ്കരൻ. വി ഭാസ്കരനാണ്. ഇപ്പൊ നിലവിൽ ഏഴാമത്തെ ആൾ ആരാണ്? എ ഷാജഹാൻ. ഷാജഹാൻ. ഓക്കെ, അപ്പോൾ ഏഴാമത്തെ ആളാണ് ഇപ്പൊ നിലവിൽ എ ഷാജഹാൻ ആണ് ആരാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ആദ്യത്തെ ആള് MS കെ രാമസ്വാമി IAS, രണ്ടാമത് MS ജോസഫ് IAS, 3 N മോഹൻദാസ്, 4 P കമാൽകുട്ടി IAS, 5 കെ ശശിധരൻ നായർ, 6 വി ഭാസ്കരൻ, 7 എ ഷാജഹാൻ എന്നിവരാണ് ഇതുവരെയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നമ്മൾ പറഞ്ഞു സഞ്ജയ് കൗളാണ് എന്ന് പറഞ്ഞു. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. നിലവിലാര? സഞ്ജയ് കൗളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവരെ ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിന് മുകളിലുള്ള റാങ്കിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് എന്ത് ചെയ്യും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് നിയമിക്കാറുണ്ട് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സെക്രട്ടറി ആയിട്ട് നിയമിക്കാറുണ്ട്. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സന്തോഷ് എ ആണ് കേട്ടോ. സന്തോഷ് എ സന്തോഷാണ് ഏത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്രട്ടറി എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിനു മുകളിലുള്ള റാങ്കിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഗവൺമെന്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. നിലവിലെ സെക്രട്ടറി എന്ന് പറയുന്നത് സന്തോഷ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾ മുൻപിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ദേശീയ പാർട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം, ദേശീയ പാർട്ടികളെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്